ധന്യ, ഈ നിവിൻ പോളിയുടെ ബലാത്സംഗ കേസ്, നിവിൻ പോളി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലം ഉണ്ടാക്കുന്നു. അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തുന്നു. ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നിവിൻ പോളിയെ മലയാള സിനിമാ രംഗത്തേക്ക് കൈപിടിച്ച് കയറ്റിയ വ്യക്തിയാണ് ശ്രീ വിനീത് ശ്രീനിവാസൻ. ഉറ്റ സുഹൃത്തുക്കളാണിവർ. അതുപോലെ തന്നെ ഇത്തരമൊരു വലിയ ഒരു പ്രശ്നത്തിൽ നിവിൻ പോളി പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു പ്രശ്നത്തിലേക്ക് അദ്ദേഹം വന്ന സമയത്ത് അവിടെയും നിവിൻ രക്ഷകനായിട്ട് ഈ വിനീത് ശ്രീനിവാസൻ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നിവിൻ ദുബായിലല്ലായിരുന്നു, തൻ്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു റിപ്പോർട്ടർ വിനീത് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ അപ്പോൾ ഇത് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, അതായത് നിരപരാധിയാണ് എന്ന് തന്നെയാണല്ലേ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വിശ്വസിക്കുന്നതല്ല, നിവിൻ നിരപരാധി തന്നെയാണ്. കാരണം എൻ്റെ സെറ്റിൽ ഇത്രയധികം ജൂനിയർ ആർട്ടിസ്റ്റുകളോടൊപ്പം എത്രയധികം ആളുകളോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയെ ആ സമയം ദുബായിലായിരുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവൻ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നു എന്നല്ല, അവൻ നിരപരാധിയാണ്. അതോടുകൂടി മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്തരത്തിൽ വ്യാജ പീഡന കേസുകൾ കൂടി വരുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എങ്കിലും ഈ ഒരു കേസിനകത്ത് വിനീത് ശ്രീനിവാസൻ വലിയ പങ്കല്ലേ വഹിച്ചത്? തീർച്ചയായിട്ടും. ഇതിൽ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു വൈകിട്ടോട് കൂടിയാണ് ഡിസംബർ 14, 15, 16, 14, 15 രാവിലെ 2:30 മണി വരെ നിവിൻ പോളി വിനീത് ശ്രീനിവാസനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരാതിക്കാരി പറയുന്നത് 17-ാം തീയതി ഡിസംബർ 17-ന് ഇവർ നാട്ടിലേക്ക് വന്നു. അപ്പോൾ റിപ്പോർട്ടറിൽ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ 17-ന് മുന്നോട്ടുള്ള ദിവസങ്ങളിലാണ്, ഏത് സമയത്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് 14, 15, 16 ഈ ദിവസങ്ങളിലാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ തന്നെ റൂമിൻ്റെ അകത്ത് ഇവരുടെ ദുബായിലെ ഫ്ലാറ്റിലിട്ട് ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചതെന്നും വെള്ളത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഇവരെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചത് എന്നാണ് പറഞ്ഞിരുന്നത്. അതവിടെ തന്നെ പൊളിഞ്ഞു. വിനീത് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ ഈ അരുൺകുമാർ ഈ പരാതിക്കാരിയുമായി സംസാരിച്ചതിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഈ പരാതിയിൽ ഒരു വ്യാജമുണ്ട്. ഈ പരാതി യഥാർത്ഥത്തിൽ നിൽക്കുന്ന പരാതിയല്ല. അത്ര ധൈര്യത്തോടെ നിവിൻ പോളി 6 മണിക്ക് പീഡിപ്പിച്ചു എന്ന് ഈ പരാതിക്കാരി പറയുന്നു. 9 മണിയോടുകൂടി നിവിൻ പോളി മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ നിവിൻ പോളിക്ക് 100% ഉറപ്പുണ്ട് താൻ അത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് അയാൾ ധൈര്യമായി വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ആര് കൂടെ ഇല്ലെങ്കിലും താൻ ഇതിനെ നേരിടുമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതും വായിച്ചതുമാണ്. ഈ പരാതിക്കാരിയും ഭർത്താവും ഹണി ട്രാപ്പിൽ ആളുകളെ കൊടുക്കുന്നവരാണ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും വീഡിയോയിലൂടെ ചെയ്യുന്നു. അതുമാത്രമല്ല, സ്വന്തം അമ്മയെ തന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത്രത്തോളം നീചമായാണ് 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു അമ്മയോട് ഇവർ കാണിക്കുന്ന സംസാര രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവർ എന്തിന് നിവിൻ പോളിയെ തിരഞ്ഞെടുത്തു? അതായത് ഈ പരാതി വ്യാജമാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ മേൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിവിൻ പോളിയിലെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഇയാൾ എന്നൊക്കെ ദുബായിലേക്ക് എത്തി. പാസഞ്ചർ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും ദുബായിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പറയുന്നത് പോലെ ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഷൂട്ടിംഗ് സെറ്റിലെ CCTV, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ എടുത്താൽ ഡേറ്റും തീയതിയും ഉൾപ്പെടെയുള്ള സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അത് നിവിൻ പോളി തന്നെ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ നിവിൻ പോളിയിലേക്ക് ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ്, അതാണ് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുള്ളത്. കാരണം നിരവധി പേർക്കെതിരെ, ഇപ്പോൾ ഒരു പക്ഷേ മുകേഷിനെതിരെയോ ഗണേശിനെതിരെയോ ഒക്കെയാണ് ഇത്തരം ആരോപണങ്ങൾ, ഈ ഇടവേള ബാബുവിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നെങ്കിൽ ഒരു പക്ഷേ മലയാളികൾ, കാരണം ഇവർക്കെതിരെ ഇതിനു മുൻപേ പല ആരോപണങ്ങൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് സത്യമായിരിക്കാം, പരാതിക്കാരി അത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നിവിനെ പോലുള്ള ഒരാളെ കുറിച്ച് മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെ അത്ര വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊന്നും ഇതുവരെ കേൾപ്പിക്കാതെ നിവിൻ തന്നെ പറയുന്ന പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് അയാൾ. അപ്പോൾ അത്തരം ഒരു ആളെ
ഒരു ഹണി ട്രാപ്പിൽ പെടുത്താനായി അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ആരാണ്? എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആരോ ഒരാൾ, അല്ലെങ്കിൽ ഇവർ ഇദ്ദേഹവുമായി നേരത്തെ പണം ചോദിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ പീഡന പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. അതിൽ നിവിൻ പോളി വഴങ്ങാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പലരുടെയും പേരുകൾ പറയുമ്പോൾ പല അന്വേഷണങ്ങളും പോലീസ് അന്വേഷിക്കാമെന്ന് പറയുന്നു. അതിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ജയസൂര്യയുമായി ബന്ധപ്പെട്ട ഇര പറയുന്നത് കേട്ടു. പലരും വിളിക്കുന്നുണ്ട്, പണം തരാമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പരാതി പിൻവലിച്ചാൽ, പണം നൽകിയാൽ പരാതി പിൻവലിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ പോളിയെ അത്തരത്തിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും ചോദ്യം എന്തിന് നിവിൻ പോളിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെ നിവിൻ പോളിയിലേക്ക് എത്തി? കാരണം ഇത് ഇത്രയും ഈ നെറ്റ്വർക്കും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നിരിക്കുന്ന ഈ 2024 കാലഘട്ടത്തിൽ നിവിൻ പോളി ആ സമയം ഗൾഫിലുണ്ടായിരുന്നു എന്ന് അറിയാൻ പാസ്പോർട്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി. അത് ആർക്കും മനസ്സിലാക്കാവുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. അപ്പോഴും ഇവർ നിവിൻ പോളിയെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിവിൻ പോളിയെ തിരഞ്ഞെടുക്കുകയും ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ടും നിവിൻ പോളിക്കെതിരായിക്കൊണ്ട് ഒരു ബലാത്സംഗ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇവർ ഒന്നാം പ്രതിയായി കൊടുത്തിട്ടുള്ള ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഒന്നാം പ്രതി എന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5 പ്രതികൾ വേറെയുണ്ട്. 6ാം പ്രതിയായിട്ടാണ് നിവിൻ പോളി വരുന്നത്. ഈ 5 പ്രതികളും കഴിഞ്ഞതിന് ശേഷം 6ാമത്തെ പ്രതിയായി നിവിൻ പോളിയെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവർക്ക് എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഇവരുടെ അജണ്ട എന്തായിരുന്നു? ഇവരും നിവിൻ പോളിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ വളരെ കൃത്യമായി ധന്യ പറഞ്ഞതുപോലെ നിവിൻ പോളിയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തി കുടുക്കുക, അതുവഴി പണം തട്ടുക എന്ന് തന്നെ ആയിരിക്കാം ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 5 പ്രതികളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവർ പറയുന്ന പേരുകൾ മാത്രമാണ്. ഈ സുനിൽ, കുട്ടൻ, വിനോദോ, ബെന്യു, അങ്ങനെ എന്തൊക്കെയോ പേരുകൾ ഇവർ പറയുന്നുണ്ട്. ഈ 5 പ്രതികളെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ ശ്രേയ എന്ന് പറയുന്ന സ്ത്രീയാണ്, കോട്ടയത്തുള്ള ശ്രേയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവരെ പരിചയപ്പെടുത്തിയതെന്ന് പറയുന്നു നിവിൻ പോളിക്ക്. ഈ ശ്രേയ എവിടെയാണ്? ഈ ശ്രേയയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ലല്ലോ. മാത്രമല്ല ഇപ്പോ പാർത്ഥൻ, ഞാനൊരു ഏജൻസി നടത്തുന്നു. പാർത്ഥൻ പുറത്തു പോകാനായി എന്നോട് എൻ്റെ ഏജൻസിയിലേക്ക് വരുന്നു. വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എനിക്ക് പുറത്തു പോകണമെന്നുണ്ട്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, ഏത് രാജ്യത്താണ് പോകാൻ പറ്റുന്നത്? അപ്പം ഞാൻ ഇന്ന രാജ്യത്ത് പോകാൻ കഴിയും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു, സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു. അതിനുശേഷം ഇത്ര രൂപ, ഇപ്പോൾ 3-4 ലക്ഷം രൂപ തന്നാൽ നിങ്ങളെ ഇന്ന രാജ്യത്തേക്ക് വിടാമെന്ന് പറയുന്നു. പാർത്ഥൻ എനിക്കൊരു 5 ലക്ഷം രൂപ തരുന്നു. ഒരു 3-4 മാസം കഴിയുന്നു, അതൊന്നും ശരിയാകുന്നില്ല. പാർത്ഥന് പോകാൻ പറ്റാതെ വരുമ്പോൾ പാർത്ഥൻ വീണ്ടും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ പാർത്ഥനോട് പറയുകയാണ്, വിദേശത്ത് പോകാൻ പറ്റില്ല, പക്ഷെ നിങ്ങളെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം, ഇന്ന ആളുകളെ പരിചയപ്പെടുത്താം. ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരുപാട് ഏജൻസികളുമായി നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് വാർത്തപരമായും അല്ലാതെയും ഒക്കെ ബന്ധമുള്ളവരാണ് നമ്മളൊക്കെ. പലരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെയാണ്. ഞാൻ കേട്ടിട്ടില്ല വിദേശത്ത് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറയുന്നത് ഞാൻ ആദ്യമായി കേൾക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ എവിടെ? കോട്ടയത്തുള്ള ആ സ്ത്രീ, ഇനി അത് സുകുമാരക്കുറുപ്പിനെ പോലെ അതും മാഞ്ഞു മങ്ങി പോയോ എന്നുള്ളതാണ്. ഇപ്പൊ ജസ്നയൊക്കെ പോയതിനു ശേഷം പിന്നെ നമ്മൾ ഈ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതുപോലെയാണ് ഈ ശ്രേയ എവിടെ? ശ്രേയ ആദ്യം പിടിക്കപ്പെടേണ്ടത് ശ്രേയയല്ലേ? ശ്രേയ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ ശ്രേയ എന്ന് പറയുന്നത് വെറും ഇവർ കെട്ടിച്ചമച്ച ഒരു പേരാണോ? ബാക്കി 5 പ്രതികൾ എവിടെ? ബാക്കി 5 പേർ എവിടെ? ഇപ്പൊ നിവിൻ പോളിക്ക് അറിയാമെന്ന് പറയുന്ന ഒരാൾ, അത് അയാൾ നിവിൻ പോളി തുറന്ന് പറയുന്നുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട് പണം ഇടപാടുകളുണ്ട്, സിനിമ ചെയ്യാനായി പണം വാങ്ങാറുണ്ട് എന്നൊക്കെ നിവിൻ പോളി തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ എവിടെ? ഈ സ്ത്രീ ആരോപിച്ച ബാക്കിയുള്ള ആളുകൾ എവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ വന്ന് നിവിൻ പോളിയെ രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ നിവിൻ പോളി കൃത്യമായി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നത്, എങ്ങനെ നിവിൻ പോളിയെ ഇവർ തിരഞ്ഞെടുത്തു? എന്തിനു വേണ്ടി നിവിൻ പോളിയെ തിരഞ്ഞെടുത്തു? ഇതിൽ സിനിമയ്ക്കകത്തുള്ളവരുടെ ഗൂഢാലോചനയാണോ നിവിൻ പോളിയിലേക്ക് എത്തിയത്? അത്തരത്തിൽ ആരെങ്കിലും ഇവർക്ക് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഇനി ഏറ്റവും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റു പലർക്കുമെതിരെ ചില ആരോപണങ്ങളൊക്കെ പൊന്തി വന്ന
വന്ന് അത് മാധ്യമങ്ങൾ കൊടുക്കാതിരുന്നപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയാക്കിയ സമയത്താണ് പൊടുന്നനെ നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി വരുന്നത്. അതിൽ പലതരത്തിലുള്ള സംശയങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി എങ്ങനെ നിവിൻ പോളിയിലേക്ക് ഈ കേസ് എത്തി, നിവിൻ പോളിയെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായും വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു സൗഹൃദത്തിന്റെ അങ്ങേയറ്റത്തെ ഉദാത്ത മാതൃകകളാണ് നൻപനാട എന്ന് പറയുന്ന രീതിയിലാണ് ഈ വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ നിവിൻ പോളിയും. കാരണം നിവിൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഹായമാണ് ശ്രീ വിനീത് ശ്രീനിവാസൻ അവിടെ ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും അതിനൊരു സല്യൂട്ട് കൊടുത്തേ മതിയാണ്. തീർച്ചയായിട്ടും.